ഹലോ കൂട്ടുകാരെ, നമുക്ക് ഈ ജയിലിൽ നിന്ന് രക്ഷപ്പെടണ്ടേ? എങ്ങനെ രക്ഷപ്പെടാം? ഒരു സ്റ്റിക്കറുണ്ട്, ഹോണും അടിക്കാം. ഹോൺ അടിച്ച് ആൾക്കാരെ എഴുന്നേൽപ്പിക്കണം എന്തിനാ? നമുക്ക് ഈ സ്റ്റിക്കർ ഒന്ന് മാറ്റി നോക്കും. ഹയ്യടാ, നമുക്ക് താക്കോല് കിട്ടിയല്ലോ. ഹൂഹൂ, നമ്മളങ്ങനെ ആദ്യത്തെ ലെവല് പാസ്സായി. രണ്ടാമത്തെ ലെവല് നോക്കിയാലോ? ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ ഇത്ര എളുപ്പമാണോ? അയ്യോ, ഇതാരാ? അത് കട്ടപ്പയോ? ഇവനെ നമ്മൾ രക്ഷിക്കണോ വേണ്ടയോ? എന്തായാലും നമ്മൾ എസ്കേപ്പ് അടിക്കാം. ഇവനെയും രക്ഷിച്ചേക്കാം. ബട്ടൺ ഓപ്പൺ ആക്കിയേക്കാം. എടാ ദുഷ്ടാ, നീ എല്ലാവരും അലേർട്ടാക്കിയോ? അടുത്ത ചാൻസ് വെറുതെ കളയണ്ട. എന്നാടാ ചെക്ക, നീ ഇവിടെ കളിപ്പാട്ടം കളിച്ചിരുന്നോ? ഞാൻ അവിടെ നിന്ന് എസ്കേപ്പ് ആയി പോകുക. ഓഹോ, നമ്മൾ ഈ ലെവലും പാസ്സായി. എടിയോ, ഈ പോലീസുകാരൻ്റെ മുമ്പിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? എങ്ങനെ പോയാലും ഇയാൾ കണ്ടുപിടിക്കുമല്ലോ. വടിയെടുത്ത് ഇയാളുടെ തലമണ്ടയ്ക്ക് അടിക്കണോ അല്ലെങ്കിൽ കല്ലെടുത്തെറിയണോ? എന്താ ചെയ്യുക? ഓ, ബുദ്ധിയുണ്ട്. നമുക്ക് ലൈറ്റ് പൊട്ടിക്കാം. ഈ ഇരുട്ടത്ത് ഈ തീറ്റപ്രാന്തൻ എങ്ങനെ കാണാനാ എന്നെ? അങ്ങനെ നമ്മൾ ഈ ലെവലും പാസ്സായി. ഇതെന്താ? ന്യൂ സ്കിൻ ഈസ് ഓപ്പൺഡ്. ഈ ലെവൽ ജയിച്ചുകൊണ്ട് നമുക്കൊരു സമ്മാനം കിട്ടി. ഇനി അടുത്തത് നടന്ന് ഇത് എങ്ങോട്ടാ പോകുന്നേ? ഇത് അടുക്കളയാണല്ലോ. അയ്യോ, ഇത് പൊട്ടിത്തെറിക്കുമെന്നാണ് തോന്നുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? ഫയർ എക്സ്റ്റിങ്വിഷർ ഉപയോഗിക്കണോ അതോ സൂട്ട് ഇടണോ? സൂട്ടാണ് ബെസ്റ്റ് ഓപ്ഷൻ. എന്നാൽ ഈ സൂട്ടൊക്കെ എവിടെ നിന്ന് കിട്ടുന്നാവോ? അങ്ങനെ നമ്മൾ ഇതിൽ നിന്നും രക്ഷപ്പെട്ടു. ഇനി അടുത്തത് എന്താ? ഓ, ഒരു സുന്ദരിയായ പെണ്ണ്. ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ പോണ ടൈമിൽ ഈ പെണ്ണിനെ ലൈൻ അടിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? നമുക്ക് പൂവൊന്നും വേണ്ട. ഈ പെണ്ണിനെ ആദ്യം ഇവിടെ നിന്ന് ഓടിക്കാം. അയ്യോ, എലി 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 എലിയെ കണ്ട് പേടിച്ചോടി ഓടി. ആഹാ, ഇനിയിപ്പോൾ നമ്മൾ എവിടെയാ വന്നേ? ഓ, ഇത് CCTV റൂമാണല്ലോ. അയ്യോ, ഞാൻ പോണത് അവർ കണ്ടുപിടിച്ചാലോ? ഇനി എന്താ ചെയ്യുക? ബുദ്ധി ഉപയോഗിച്ച് നമുക്കിത് വെള്ളം ഒഴിച്ച് നശിപ്പിച്ചാലോ? ഇലക്ട്രോണിക് സാധനങ്ങളല്ലേ, ഇതൊക്കെ നശിച്ചു പോകും. അങ്ങനെ അവരുടെ CCTV നശിച്ചു പോയി. ഇനി എളുപ്പമായി പുറത്തിറങ്ങിയല്ലോ. അയ്യോ, ഈ കാവൽ നായയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? ഇറച്ചി കൊടുത്തിട്ടൊന്നും കാര്യമില്ല. നമുക്ക് നമ്മുടെ പൂച്ചാണ്ടിയെ ഇറക്കാം. അങ്ങനെ നമ്മുടെ പൂച്ച സാറിൻ്റെ പിന്നാലെ ആ കാവൽ നായ പോയി. ഇനി അടുത്തത് ആരെയാണാവോ നേരിടേണ്ടി വരിക? അങ്ങനെ നമ്മൾ ഈ ലെവലും പാസ്സായി പോവുകയാണ്. ഓ, ഇവിടെ ഒരു മസിൽമാൻ ഉണ്ടല്ലോ. ചേട്ടൻ ആരോടും പറയല്ലേ. ചേട്ടൻ എങ്ങനെ സോപ്പിടും? ഇതെന്താ, ലോലിപ്പോപ്പോ? ഒരു ആങ്കർ ഉണ്ടല്ലോ. അതെന്താ, അത് ടാറ്റു ആണോ? അത് നമുക്ക് നോക്കിയാലോ? ചേട്ടാ നോക്ക്, നമ്മൾ സെയിം ടീമാ. കണ്ട, എനിക്കും ടാറ്റു ഒക്കെ ഉണ്ട്. ഹോ, അയാൾ ഇന്നും രക്ഷപ്പെട്ടു. അയ്യോ, ഈ മേഡം കാണാണ്ടിരിക്കാൻ എന്താ ചെയ്യുക? അവരുണ്ടൊരു ചൊല്ലിക്കൊണ്ടിരിക്കുക. അവർ ശ്രദ്ധിക്കില്ലായിരിക്കും. ഈ രണ്ടാമത്തിനെ പേടിപ്പിക്കാൻ എളുപ്പമാണെന്ന് തോന്നുന്നുണ്ട്. നമുക്കൊരു പ്രേതക്കളി കളിച്ചാലോ? തലയും കൂടി തുണിയിട്ട് നമുക്ക് പ്രേതമായി പേടിപ്പിക്കാം. അയ്യേ, ഇവരെയൊക്കെ ആരാണാവോ പോലീസിലെടുത്ത്? പ്രേതത്തെ കണ്ട് പേടിക്കുന്ന പോലും. ഈ കളി ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. ഓ, ഇനി ഈ CCTV മറിക്കാൻ എന്താ ചെയ്യുക? ഈ വടിയെടുത്ത് നമുക്ക് ഇത് അടിച്ച് പൊട്ടിച്ചാലോ? പൊട്ടിച്ച് നോക്കാം. അയ്യോ, ഇത് തല തിരിഞ്ഞ് എന്നെ തന്നെ റെക്കോർഡ് ചെയ്തല്ലോ. ഇനി അടുത്ത ട്രിക്ക് ഉപയോഗിക്കാം. അതെ, തുണിയിട്ട് മൂടുന്നത് തന്നെയാണ് ഏറ്റവും നല്ല ട്രിക്ക്. ഇവിടെ നിന്ന് എങ്ങനെ ചാടി രക്ഷപ്പെടും? കറണ്ട് അടിക്കില്ല, അതുകൊണ്ട് ഏണിയൊന്നും വേണ്ട. ഇതെന്താ, തബലയോ? അതും നോക്കാം. ഓ, ഇതിന്ന് ചാടി രക്ഷപ്പെടാൻ എന്തു എളുപ്പമാ. ഇനി ആ സിഗ്നൽ കാണാണ്ട് എങ്ങനെയാ പോവാ? ഇല വെച്ച് മറയ്ക്കണോ? വേണ്ട, നമുക്ക് റോക്കറ്റ് പറപ്പിച്ച് നോക്കാം. ഓ, റോക്കറ്റിനെ ശ്രദ്ധിച്ചുകൊണ്ട് അയാൾക്ക് നമ്മളെ ശ്രദ്ധിക്കാൻ നേരം കിട്ടില്ല. എവിടെ നിന്നും എസ്കേപ്പായി. ഇനി പുറത്തിറങ്ങി. അയ്യോ, എൻ്റെ വാണ്ടഡ് പിക്ചേഴ്സ് വെച്ചിട്ടുണ്ടല്ലോ. ഇയാളിൽ നിന്ന് രക്ഷപ്പെടാൻ തലയിൽ തണ്ണിമത്തം വെച്ച് പോകുന്നത് തന്നെ ബുദ്ധി. അയ്യോ, ഇനി ഈ ബുള്ളിനെന്ത് ചെയ്യും? എന്നാടാ ചക്കരെ ഒരു ഗിഫ്റ്റ്. സന്തോഷമായില്ലേ നിനക്ക്? ഇനി നമുക്ക് പോകാം. അയ്യോ, ഇനി ഈ തേനീച്ചകളെങ്ങനെ ഓടിപ്പിക്കും? തീയൊന്നും വേണ്ട. എന്നാടാ ചക്കരെ, പൂ പിടിച്ചോ?
നമ്മൾ അനാഥരാണ്, പക്ഷെ ഗുണ്ടകളല്ല. ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.